നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും എക്സലിൻ്റെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചത് ഗീത് ചതുർവേദിയുടെ സബ്സെ ബഡാ ഷോമാൻ എന്നുള്ള പാഠമാണ്. ചാർലി ചാപ്ലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗീത് ചതുർവേദി എഴുതിയ ജീവനെയാണ് നമ്മൾ പഠിച്ചത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു സംശയവും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കാര്യം ആരും ഗ്രൂപ്പുകളിൽ ഒരു ഡൗട്ടും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഭംഗിയായിട്ട് പുസ്തകം വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ഭംഗിയായി പുസ്തകം വായിക്കുക. സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഹിന്ദി നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക. ആ നോട്ട്ബുക്കിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതി പോവുക. ഞാൻ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് എല്ലാ കുട്ടികളും നോട്ട്ബുക്ക് എന്നെ കാണിക്കേണ്ടതാണ്. അതായത് നോട്ട്ബുക്കിൻ്റെ ഇപ്പോൾ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ അന്ന്, അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാൻ ലേറ്റ് ആവുകയാണ് എങ്കിൽ ഓരോ കുട്ടിയും നോട്ട്ബുക്കിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. അത് ഞാൻ പറയും. അപ്പോൾ അത് കൃത്യമായിട്ടും ചെയ്യും. അതിൽ ഒന്നാമതായി നമുക്ക് ഈ പാഠത്തിൻ്റെ സാരാംശം ആദ്യം എന്താണെന്ന് നോക്കാം. 2, ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഡയറി. 3, പത്ര. 4, വാർത്താലാപ്. 5, പട്കഥ. 6, പോസ്റ്റർ. 7, ചരിത്രഗത വിശേഷതായി. 8, സമാചാർ യാ രപ്പാട്ട്. 9, വാക്യ പിരമിഡ്. 10, സഹി മിലാൻ കരേ. 11, വ്യാകരൺ ലഘ് കാ നിയം. ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഘിൻ്റെ നിയമം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി ഈ പാഠത്തിൻ്റെ ആശയം ഒന്ന് ചുരുക്കി പറയാം. ശ്രദ്ധിക്കുക. സാരാംശ്. ഗീത് ചതുർവേദി സെ ലിഖി ഗയി ചാർലി ചാപ്ലിൻ കി ജീവനി കാ അംശ്. ഗീത് ചതുർവേദിയാൽ എഴുതപ്പെട്ട ചാർലി ചാപ്ലിൻ്റെ ജീവനിയുടെ ഒരു ഭാഗം. ഏക് ദിൻ തിയേറ്റർ മേം ഗാനാ ഗാത്തേ സമയ് ചാർലി ചാപ്ലിൻ കി മാം ഹന്ന കി ആവാസ് ഖരാബ് ഹോ ഗയി. ഒരു ദിവസം തിയേറ്ററിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ചാർലി ചാപ്ലിൻ്റെ അമ്മയായ ഹന്നയുടെ ശബ്ദം ഇടറിപ്പോകുന്നു. നമ്മുടെ പാഠഭാഗത്തിനകത്ത് അമ്മയുടെ പേര് പറയുന്നില്ല. അമ്മയുടെ പേര് ഹന്ന എന്നാണ്. ഇത് സുൻകർ ലോക് ചില്ലാനെ ലഗി. ഇത് കേട്ടപ്പോൾ ആൾക്കാർ ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങി. ഹന്ന കെ മാനേജർ കെ നിർദ്ദേശാനുസാർ ചാർലി കോ സ്റ്റേജ് പർ ഭേജ. ഹന്നയുടെ ആ തിയേറ്ററിൻ്റെ മാനേജറുടെ നിർദ്ദേശമനുസരിച്ച് ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. ചാർലിനെ വഹാം ഖഡേ ഹോക്കർ മഷഹൂർ ഗായക് ജാക്ക് ജോൺസ് കാ ഗാന ഗായ. ചാർലി ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്രസിദ്ധനായ ഗായകൻ ജാക്ക് ജോൺസിൻ്റെ പാട്ട് പാടി. ദർശകോം സെ ബാത്തേം കി. കാഴ്ചക്കാരുമായിട്ട് ഒരുപാട് സംസാരിച്ചു. നൃത്തിക്കിയ. നൃത്തം ചെയ്തു. അവർ അപ്പനെ മാം സഹിത് അനേക ഗായകോങ്കി നക്കൽ ഉതാരി. തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗായകരുടെ ശബ്ദം അനുകരിച്ചു. നക്കൽ ഉദാഹരണ അനുകരിക്കുക. ലോകോംനെ ഉസ്കോ പൈസ ദേക്കർ ഖുഷി സെ താലിയാം ബച്ചായി. ആൾക്കാർ അവന് പൈസ എറിഞ്ഞു കൊടുത്ത് സന്തോഷം കൊണ്ട് കൈകൊട്ടി. താലിയാം ബജാന കൈകൊട്ടുക, ക്ലാപ്പ് ചെയ്യുക. യഹ് സ്റ്റേജ് പർ ചാർലി കാ പഹല ദിൻ ഥാ. ഇത് സ്റ്റേജിൽ ചാർലിയുടെ ആദ്യത്തെ ദിവസമായിരുന്നു. അവർ മാം കാ അന്തിം ദിൻ. അമ്മയുടെ അവസാന വേദിയും അതുതന്നെയായിരുന്നു. യഹാം സബ്സെ ബഡേ ഷോമാൻ കാ ഉദയ് ഹുവ. ഇവിടെ ലോകം കണ്ട ഏറ്റവും വലിയ ഷോമാൻ ജനിക്കുകയായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ സാരാംശം. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ഡയറിയാണ്. ശ്രദ്ധിക്കുക. ഗാന അഭി ആധാഹി ഹുവാധാക്കി എന്ന് തുടങ്ങി മാനേജർ ഏക്ക് റൂമാ ലേക്കറായ അവർ പൈസെ ബട്ടോർനെ ലഗ. സന്ദർഭം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇസ് പ്രസംഗ കെ ആധാർ പർ ചാർലി കി മാം കി ഡയറി തയ്യാർ കരയും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ചാർലിയുടെ അമ്മയുടെ ഡയറിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ശ്രദ്ധിക്കുക. താരീഖ്, തീയതി. ആജ് മേരേലിയെ അവിസ്മരണീയ ദിൻഹെ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമായിരുന്നു. ആജ് മേം പ്രസിഡൻസി ഹാൾ മേം ഭരേ ലോഗോं के सामने गाना गा रही थी. ഇന്ന് ഞാൻ പ്രസിഡൻസി ഹാളിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
തബ് മേരി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. പെട്ടെന്ന് എൻ്റെ ശബ്ദം ഇടറി പൂർണ്ണമായും നിലച്ചു പോകുന്നു. ലോക് ചില്ലാനെ ലഗി. ഇത് കേട്ടപ്പോൾ ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. മുച്ചേ സ്റ്റേജ് സെ ഹഡ്നേക്കോ മസ്ബൂർ കർദിയ. ആൾക്കാരുടെ ബഹളം കൂടിയപ്പോൾ ആ സ്റ്റേജിൽ നിന്നും വിട്ടുപോകാൻ ഞാൻ നിർബന്ധിതയായി. മാനേജർ കെ ജിദ് കെ അനുസാർ മേനെ ചാർലി കോ സ്റ്റേജ് പർ ഭേജ. മാനേജറുടെ നിർബന്ധപ്രകാരം എൻ്റെ മകനായ കൊച്ചുകുട്ടിയായ ചാർലിയെ ഞാൻ സ്റ്റേജിലോട്ട് അയച്ചു. ഉസ്നെ അപ്പനെ തരീക്കെ സെ ജാക്ക് ജോൺസ് കാ ഗാന ഗായ. അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ ജാക്ക് ജോൺസ് എന്ന് പറയുന്ന പാട്ട് പാടി. യഹ് സുൻകർ സാരേ ദർശക് സ്റ്റേജ് പർ പൈസേ ഫെങ്കിനെ ലഗേ. അവൻ്റെ ഈ പാട്ട് കേട്ടപ്പോൾ കാഴ്ചക്കാരെല്ലാം തന്നെ ആ സ്റ്റേജിലോട്ട് പൈസ എടുത്തെറിയാനായിട്ട് തുടങ്ങി. തബ് ചാർലിനെ ഗാന രോക് ദിയ. ഇത് കണ്ടപ്പോൾ ചാർലി പാട്ട് പാടുന്നത് നിർത്തി. ചാർലിനെ ദർശകോം സെ ബത്തായാക്കി പൈസ ബട്ടോർനേക്ക് ബാദ് ഗായിക. ചാർലി കാഴ്ചക്കാരോട് പറഞ്ഞെന്താ, ഞാൻ ഈ പൈസ ബട്ടോർനേക്ക് ബാദ് ഗായിക, പറക്കിയതിനു ശേഷം ഇനി പാടാം. ചാർലിക്ക് മാസൂമിയത് ദേക്കർ ഹാൾ ഹോസി ഖർ ബൻ ഗയ. ചാർലിയുടെ ആ ഒരു നിഷ്കളങ്കത, മാസൂമിയത് നിഷ്കളങ്കത കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ ഹാള് പൂർണ്ണമായിട്ടും ചിരി കൊണ്ട് നിറഞ്ഞു. തബ് മാനേജറേക്ക് റുമാൽ മേ പൈസെ ബട്ടോർക്കർ സ്റ്റേജ് കെ പീച്ചെ ജാനേ ലഗ. മാനേജർ അയക്ക് റുമാൽ മേ, എന്താണ്, ഒരു കർച്ചീഫിൽ ആ പൈസ എല്ലാം പറക്കി സ്റ്റേജിൻ്റെ പുറകിലോട്ട് പോകാനായിട്ട് തുടങ്ങി. ഇത് ദേക്കർ, ഇത് കണ്ടപ്പോൾ ചാർലിനെ ദർശകോം സെ ശിക്കായത്തിക്കി. ചാർലി കാഴ്ചക്കാരോട് പരാതിയായിട്ട് ഇത് പറഞ്ഞു, അവതരിപ്പിച്ചു. യഹ് സുൻകർ ദർശകോം കി ഹസി ബഡ് ഗയി. ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, കാഴ്ചക്കാരുടെ ചിരി വർദ്ധിച്ചു. മേ അബ് ഖുഷ് ഹൂ. ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് സന്തോഷവതിയാണ്. കാര്യം എന്താ, കി മേ ഗാന ഹി സക്കി തോ ഭി ചാർലി സെ ദർശകോമിനെ ഖുഷ് ഹുവ. എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ എന്താ, എൻ്റെ മകനായ ചാർലി കാരണം ആ കാഴ്ചക്കാരെല്ലാം തന്നെ ഒരുപാട് സന്തോഷിച്ചല്ലോ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതൊരു ഡയറിയാണ്. ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫൈലാ ദി ധി തുടങ്ങി ഗായകോങ്കി നക്കൽ ഉദാരി. इस प्रसंग के आधार पर चार्ली की माम की डायरी तैयार करें. तारीख आज मेरे लिए दुखी दिन था. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ദുഃഖം നിറഞ്ഞൊരു ദിവസമായിരുന്നു. तो भी चार्ली के बारे में सोचकर खुशी भी है. പക്ഷേ ചാർലിയെ പറ്റി ചിന്തിക്കുമ്പോൾ സന്തോഷമുണ്ട്. आज प्रेसिडेंसी हॉल में गाना गाते समय मेरी आवाज़ फुसफुसाहट में तब्दील हो गई. ഇന്ന് പ്രസിഡൻസി ഹാളിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശബ്ദം നേർത്ത് പിറുപിറുക്കലായിട്ട് മാറി. തബ് മാനേജർക്ക് ആദേശാനുസാർ ചാർലി കോ സ്റ്റേജ് പർ ഭേജ. അപ്പോൾ മാനേജറുടെ നിർദ്ദേശമനുസരിച്ച് ചാർലിയെ വേദിയിലോട്ട് അയച്ചു. ഉസ്നെ ജാക്ക് ജോൺസ് കാ ഗീത് ഗായ. അവൻ ജാക്ക് ജോൺസ് എന്ന് പറയുന്ന പാട്ട് പാടി. ഉസ്കെ ബാദ് ദർശകോം സെ ബാത്ചീത് കി. അതിനുശേഷം അവൻ എന്ത് ചെയ്തു, ആ കാഴ്ചക്കാരുമായിട്ട് സംസാരിച്ചു. ഉൻകെ സാമനെ നൃത്തിക്കിയ. അവരുടെ മുന്നേ ഡാൻസ് ചെയ്തു. മേരെ സഹിത് കൈ ഗായകോങ്കി നക്കൽ ഉദാരി. ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗായകരുടെ ശബ്ദം അവൻ അനുകരിച്ചു. ഏ സബ് ദേക്കർ ദർശകർ ടഹാക്ക മാർക്കർ ഹസേ. ഇതെല്ലാം കണ്ടപ്പോൾ കാഴ്ചക്കാർ പൊട്ടി ചിരിച്ചു, ഒരുപാട് ചിരിച്ചു. വേ ചാർലി പർ ഖുഷ് ഹോക്കർ സ്റ്റേജ് പർ പൈസേ ഫെങ്കിനെ ലഗി. ചാർലിയുടെ പ്രകടനം കണ്ട് സന്തോഷിച്ച് അവർ ആ വേദിയിലോട്ട് പൈസ എറിയാനായിട്ട് തുടങ്ങി. ഉനോമിനെ ദേർ തക് ഖഡേ ഹോക്കർ താലിയാം ബജായി. അവരെല്ലാവരും ഒരുപാട് നേരം എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടി ക്ലാപ്പ് ചെയ്തു. ചാർലിനെ സാരി ജനത പർ ഗുദ്ഗുദി ഫൈലാദി. അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരെയും അവൻ എന്ത് ചെയ്തു, ഒരുപാട് സന്തോഷിപ്പിച്ചു. ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലൂങ്കി. ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യില്ല, ഒരിക്കൽ പോലും മറക്കില്ല. അടുത്ത ക്വസ്റ്റ്യനും ഒരു ഡയറിയാണ്, ശ്രദ്ധിക്കുക. ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ അവർ മാം ആഖിരി ബാർ. ചാർലി സ്റ്റേജിൽ ആദ്യമായിട്ടും അമ്മ അവസാനമായിട്ടുമാണ് വന്നത്. ദുനിയാക്ക് സബ്സെ ബഡേ ഷോമാൻ കാ പഹല ഷോദ. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. ഇസ് പ്രസംഗಕ್ಕೆ ആധാർ പർ ചാർലിക്ക് മാം കി ഡയറി തയ്യാർ കരെ. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ചാർലിയുടെ അമ്മയുടെ ഡയറിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. ശ്രദ്ധിക്കുക. താരീഖ് ജീവൻ മേ പഹലി ബാർ മുച്ചെ ഹാർ മാന്നാ പട. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോൽക്കേണ്ടതായിട്ട് വന്നു. മേ പ്രസിഡൻസി ഹാൾ മേ ഗാന ഗാ രഹീദി. ഞാൻ പ്രസിഡൻസി ഹാളിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ജൽദി ഹി മേരി ആവാസ് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. പെട്ടെന്ന് എൻ്റെ ശബ്ദം ഇടറി പിറുപിറുക്കലായിട്ട് മാറി. മേ ബഹുത്ത് നിരാശ ഹുയി. എനിക്ക് ഒരുപാട് നിരാശ തോന്നി. മാനേജർ കെ ആദേശാനുസാർ മേനെ ചാർലി കോ സ്റ്റേജ് പർ ഭേജ. മാനേജറുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ചാർലിയെ വേദിയിലോട്ട് അയച്ചു. ചാർലിനെ ജാക്ക് ജോൺസ് കാ മഷഹൂർ ഗീത് ഗായ. ചാർലി ജാക്ക് ജോൺസ് എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ പാട്ട് പാടി. ഓർക്കസ്ട്ര വാലെ ചാർലിക്ക് ആവാസ് കെ അനുസാർ ഗാന സജ്നെ ലഗ. ചാർലിയുടെ ശബ്ദത്തിനനുസരിച്ച് ഓർക്കസ്ട്രക്കാർ ആ പാട്ട് വളരെ മനോഹരമാക്കി. ചാർലിനെ ദർശകോം കെ സാമനെ മേരി ഫുസ്ഫുസാഹട്ട് കി നക്കൽ ഉതാരി. കാഴ്ചക്കാരുടെ മുന്നേ എൻ്റെ ആ ഒരു പിറുപിറുക്കൽ അവൻ എന്ത് ചെയ്തു? അനുകരിച്ചു. സാത്ത് ഒപ്പം തന്നെ അനേക ഗായകവും കി നക്കൽ ഉതാരി. ഒരുപാട് പാട്ടുകാരുടെ ശബ്ദവും അവൻ എന്ത് ചെയ്തു? അനുകരിച്ചു. ഉസ്നെ സ്റ്റേജ് പർ നൃത്യക്കി. അവൻ വേദിയിൽ ഡാൻസ് ചെയ്തു. അവർ ദർശകവും സെ ബാത്ചീത് കി. കാഴ്ചക്കാരുമായിട്ട് ഒരുപാട് സംസാരിച്ചു. ചാർലിക്ക് മാസൂമിയത് പർ ലോക ഖുശ് ഹുയെ. ചാർലിയുടെ ആ ഒരു നിഷ്കളങ്കതയിൽ ആൾക്കാർക്ക് ഒരുപാട് സന്തോഷമായി. അവർ സ്റ്റേജ് പർ പൈസയെ ഫെങ്കിനെ ലഗി. അവർ വേദിയിലോട്ട് പൈസ എറിയാനായിട്ട് തുടങ്ങി. ഉനോംനെ ദേർ തക് ഖഡേ ഹോക്കർ താലിയാം ബജായി. അവർ ഒരുപാട് നേരം എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടി, ക്ലാപ്പ് ചെയ്തു. കൈ ലോകോംനെ മുജ്സെ ഹാത്ത് മിലാക്കർ ചാർലിക്ക് താരീഫ് കി. ഒരുപാട് ആൾക്കാർ എനിക്ക് കൈ തന്ന് ഷേക്കേണ്ടതെന്ന് ചാർലിയെ പ്രശംസിച്ചു. ആദ്യ സ്റ്റേജ് പർ ഉസ്ക പഹലാ ദിൻ ഹി. ഇന്ന് വേദിയിൽ അവൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. മേരാ നിശ്ചയ ഹേ കി കൽ സേ സ്റ്റേജ് പർ ഗാനാ നഹീം ഗാവുങ്കി. എനിക്ക് ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്, നാളെ മുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാട്ട് പാടാൻ കഴിയില്ല. മുച്ചെ വിശ്വാസ് ഹേ കി മേരാ ബേട്ട ബഡ ആക്ടർ ബനേഗ. എനിക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്, എൻ്റെ മകൻ ബഡ ആക്ടർ ബനേഗ. ഏറ്റവും വളരെ വലിയൊരു ആക്ടറായി, അഭിനേതാവായിട്ട് മാറും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5 साल का चार्ली स्टेज पर अकेला था. इस प्रसंग के आधार पर ചാർലി की ഡയറി തയ്യാർ കരെ. 5 വയസ്സ് മാത്രമുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതേണ്ട ആരുടെ ഡയറിയാണ്? ചാർലിയുടെ ഡയറി തയ്യാറാക്കുക. ശ്രദ്ധിക്കുക. താരീഖ് ആജ് മേരെ ലിയേ ഖുശി കാ ദിൻ ഹേ. ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമായിരുന്നു. ആജ് മേരി മാം യഹാം കെ പ്രസിഡൻസി ഹാൾ മേ ഗാന ഗാ രഹി थी. ഇന്ന് എൻ്റെ അമ്മ പ്രസിഡൻസി ഹാളിൽ പാട്ട് പാടുകയായിരുന്നു. തബ് മാം കി ആവാസ് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയ. അപ്പോൾ അമ്മയുടെ ശബ്ദം ഇടറിപ്പോകുന്നു. യഹ് സുൻകർ മേം സ്റ്റേജ് കെ പീച്ചെ ഖടാ ഹോക്കർ ഹസ്നെ ലഗ. ഇത് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സ്റ്റേജിൻ്റെ പിറകിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി. മാം കോ സ്റ്റേജ് സെ ഹഡ്നാ പട. അമ്മയ്ക്ക് വേദിയിൽ നിന്നും പോകേണ്ടതായിട്ട് വന്നു. മാം അവർ മാനേജർ കെ ബീച്ച് ബഹസ് ഹുവ. അമ്മയും മാനേജറും തമ്മിൽ എന്തായി? വാക്കുതർക്കമായി. കുछ समय के बाद മാം ആക്കർ മുझे സ്റ്റേജ് पर ले गई. കുറച്ച് സമയത്തിന് ശേഷം അമ്മ എന്നെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നു. മുझे സ്റ്റേജ് पर अकेला छोड़कर മാം സ്റ്റേജ് के पीछे गई. എന്നെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് അമ്മ വേദിയുടെ പിറകിലേക്ക് പോയി. മുझे पहले संकोच हुआ. എനിക്ക് ആദ്യം അല്പം ഒന്ന് സങ്കോചമുണ്ടായി, ആശങ്കയുണ്ടായി. കുछ समय के बाद ദർശകോं के आगे एक गाना गाया. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? കാഴ്ചക്കാരുടെ മുന്നേ ഒരു പാട്ട് പാടി. യഹ് സുൻകർ ഉനോംനെ സ്റ്റേജ് പർ പൈസ ഫെങ്ക് ദിയെ. ഇത് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? വേദിയിലോട്ട് പൈസ വർഷിച്ചു, പൈസ എടുത്തെറിയാൻ തുടങ്ങി. മേനെ ഉൻകെ സാമനെ നൃത്യക്കിയ. ഞാൻ അവരുടെ മുന്നേ എന്ത് ചെയ്തു? ഡാൻസ് ചെയ്തു. മേരി മാം സഹിത് അനേക ഗായകോങ്കി നക്കൽ ഉദാരി. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗായകരുടെ ശബ്ദം ഞാൻ എന്ത് ചെയ്തു? അവരുടെ മുന്നേ അനുകരിച്ചു. സബി ദർശകോംനെ ഖഡേ ഹോക്കർ താലിയാം ബജായി. എല്ലാ കാഴ്ചക്കാരും ഇത് കേട്ട് എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടി, ക്ലാപ്പ് ചെയ്തു. ഉനോംനെ മാം സെ ഹാത്ത് മിലാക്കർ മേരി താരീഫ് കി. അമ്മയ്ക്ക് കൈ കൊടുത്ത് എന്നെ ഒരുപാട് പ്രശംസിച്ചു. ഉനോംനെ മാം സെ കഹ. അവർ അമ്മയോട് പറഞ്ഞതെന്താ? കി മേ മഹാൻ കലാകാര ബനുക. ഞാനൊരു വലിയ കലാകാരനായിട്ട് മാറും. ആജ് മേരെ ജീവൻ കാ അവിസ്മരണീയ ദിൻ ഹേ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസമായിരുന്നു. അപ്പോൾ അടുത്ത വർഷം നോക്കുക. 3-ാമത്തത് പത്ര. ഗാന അഭി ആദാഹി ഹുവാദാക്കി തുടങ്ങി. मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा. इस घटना के आधार पर मित्र के नाम ചാർലി का പത്ര സങ്കല്പ് करके लिखे. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകാരൻ്റെ പേരിൽ ചാർലി എഴുതുന്ന ഒരു കത്ത് എന്ത് ചെയ്യുക? സങ്കല്പിച്ച് എഴുതാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോകാം. കത്ത് എഴുതാനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ സ്ഥലവും തീയതിയും വയ്ക്കുക. വലതുഭാഗത്തായിട്ട് മുകളിൽ പ്ലേസും ഡേറ്റും വയ്ക്കുക. സ്ഥാനം താരീഖും വയ്ക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലണ്ടൻ താരീഖ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അവരെ സംബോധന ചെയ്യുക.
ഇവിടെ കൂട്ടുകാരനായതുകൊണ്ട് പ്രിയ മിത്രമെന്നോ പ്യാരെ മിത്രമെന്നോ വയ്ക്കുക. പിന്നെ നമ്മൾ അവരെ പരസ്പരമുള്ള കുശലാന്വേഷണം നടത്തുക. അവിടെ തും കൈസേഹോ, നിനക്ക് സുഖമാണോ? മെയ് മെഹാം കുശലദാസേഹു പഠായി കൈസേ ചൽ രഹി, എനിക്ക് ഇവിടെ സുഖമാണ്, എൻ്റെ പഠിത്തമെല്ലാം എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പരസ്പരമുള്ള കുശലാന്വേഷണം നടത്തുക. അതിനുശേഷം നമ്മൾ മാറ്ററിലോട്ട് പോവുക. ഇവിടെ നമ്മൾ ആജ് മേരെ ലിയെ ഖുശി കാ ദിൻ ഹേ, ആജ് മേരി മാം മെഹാം के प्रेसिडेंसी हॉल में गाना गा रही थी, तब माम की आवाज़ फुसफुसाहट में तब्दील हो गई. ये सुनकर मैं സ്റ്റേജ് के पीछे खड़ा होकर हंसने लगा എന്നുള്ള ഈ ഒരു ഭാഗം നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഡയറിക്കകത്ത് പഠിച്ചതാണ്. അത് തന്നെ അതുപോലെ എന്ത് ചെയ്യുക, ഇവിടെ പകർത്തി എഴുതുക. എഴുതിയതിന് ശേഷം അവസാനമായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വയ്ക്കുക, തുമാരി മാതാജി അവർ പിതാജിക്കോ മേരാ പ്രണാം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ചോട്ടെ ഭായിക്കോ മേരാ പ്യാർ, ഇളയ സഹോദരനോട് എന്നെ സ്നേഹം അറിയിക്കുക. ജവാബ് കി പ്രതീക്ഷാമയും, എന്താണ് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഹസ്താക്ഷർ ചാർലി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഒപ്പിനാണ് വില, പേരിന് വിലയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പേരിൻ്റെ മുകളിലാണ് ഒപ്പ് വരേണ്ടത്. അപ്പം ഹസ്താക്ഷർ നാം വേണം വയ്ക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ കത്ത് എഴുതി അവസാനിപ്പിച്ചതിന് ശേഷം ഹസ്താക്ഷർ നാം, അവിടെ നാമിൻ്റെ സ്ഥാനത്ത് നമ്മൾ ചാർലി കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ ഇടത് ഭാഗത്തായിട്ട് ടു വയ്ക്കുക. നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അവരുടെ അഡ്രസ്സ് നമ്മൾ കാണിക്കുക. സേവാമയും ടു നാം പത, നാം പത എന്ന് മാത്രം കാണിച്ചാൽ മതി. സേവാമയും നാം പത. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഡയറിയിലെ ആ ഭാഗം തന്നെയാണ് ഇവിടെയും ആൻസറായിട്ട് വരേണ്ടത്. ബാക്കി നമ്മൾ സ്ഥാന്, താരീഖ്, സംബോധന, അതുപോലെ തന്നെ ആദ്യത്തെ ആ ഒരു പോർഷൻ, പിന്നെ ലാസ്റ്റ് നിർത്ത്, പിന്നെ ഹസ്താക്ഷർ നാം, പിന്നെ സേവാമേ നാമും പദം, ഇത്രയും കാണിക്കുക. അപ്പോൾ ഇതുകൂടെ നോട്ട്ബുക്കിനകത്ത് പകർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനും ഒരു കത്താണ്. ശ്രദ്ധിക്കുക. സ്റ്റേജ് पर होने वाली घटना के संबंध में चार्ली की माम अपनी सहेली के नाम पत्र लिखती है. चार्ली की माम का वो पत्र संकल्प करके लिखी. ആ വേദിയിൽ സംഭവിച്ച ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചാർലിയുടെ അമ്മ തൻ്റെ സഹേലി കൂട്ടുകാരിക്ക് കത്ത് എഴുതുന്നതാണ്. ആ കത്ത് എന്ത് ചെയ്യുക, സങ്കല്പിച്ച് എഴുതുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കത്തിൻ്റെ ഫോർമാറ്റ് എല്ലാം വയ്ക്കുക, സ്ഥലവും തീയതിയും വയ്ക്കുക, സംബോധന ചെയ്യുക. പ്രിയ സഹേലി, തും കൈസേ ഹോ, നൗക്കരി സബ് കൈസേ ചൽ രഹി ഹി, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ, ജോലിയെല്ലാം എങ്ങനെ പോകുന്നു. പിച്ചലെ പത്രക്കോ ക്യോം ജവാബ് നഹീം ദിയ, മുന്നേ എഴുതിയ കത്തിന് എന്തുകൊണ്ടാണ് നീ മറുപടി തരാത്തത്. തുംസെ ഏക്ക് വിശേഷ ബാത്ത് ബത്താനെ കേളിയെ ഏ പത്ര ലിഖ്തി ഹോ, നിന്നോട് ഒരു പ്രധാന കാര്യം അറിയിക്കാനായിട്ടാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. ആജ് മെയിം പ്രസിഡൻസി ഹോൾ മെയിം ഭരേ ലോകക്കെ സാമനെ ഗാനാ ഗാ രഹി ദേ, ഇന്ന് ഞാൻ പ്രസിഡൻസി ഹാളിൽ നിറഞ്ഞ വേദിക്ക് മുന്നിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൗ മേരി ആവാസ് പഠിക്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോഗി, ലോക ചില്ലാനെ ലഗി, എൻ്റെ ശബ്ദം പെട്ടെന്ന് ഡറിപ്പോകുന്നു, ആൾക്കാർ ബഹളം വയ്ക്കുന്നു. മുച്ചെ സ്റ്റേജിൽ സെ ഹഡ്നേക്കോ മസ്ബൂർ കർ ദിയ, എനിക്ക് വേദിയിൽ നിന്നും പോവേണ്ടതായിട്ട് വരുന്നു. മാനേജർ കെ ജിദ് കെ കാരണം മേനെ ചാർലിക്കോ സ്റ്റേജ് പർ ഭേജ, മാനേജറുടെ നിർബന്ധപ്രകാരം ഞാൻ ചാർലിയെ വേദിയിലോട്ട് അയച്ചു. ഉസ്നെ അപ്പനെ തരീക്കെ സെ ജാക്ക് ജോൺസ് കാ ഗാനാ ഗായ, യഹ് സുൻകർ സാരെ ദർശകർ സ്റ്റേജ് പർ പൈസെ ഫെങ്കിനെ ലഗേ, അവൻ തൻ്റേതായിട്ടുള്ള രീതിയിൽ ജാക്ക് ജോൺസ് പാട്ട് പാടി. ഇത് കേട്ടപ്പോൾ ആൾക്കാർ വേദിയിലോട്ട് പൈസ വർഷിക്കാനായിട്ട് തുടങ്ങി. തബ് ചാർലിനെ ഗാനാ രോക് ദിയ, ചാർലിനെ ദർശകോം സെ ബത്തായ കി പൈസ ബട്ടോർനെ കെ ബാദ് ഗായിക. അപ്പോൾ ചാർലി ആ പാട്ട് അവസാനിപ്പിച്ചിട്ട് പറഞ്ഞതെന്താ, ഞാനിനി ഇതെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പാടാം. ചാർലിക്ക് മാസൂമിയത് ദേക്കർ ഹോൾ ഹസി ഖർ ബൻ ഗിയ, ചാർലിയുടെ ആ ഒരു നിഷ്കളങ്കത കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ ഹോള് ചിരി കൊണ്ട് നിറഞ്ഞു. തബ് മാനേജറേക്ക് റുമാൽ മേ പൈസെ ബട്ടോർക്കർ സ്റ്റേജ് കെ പീച്ചെ ജാനെ ലഗ, യഹ് ദേക്കർ ചാർലിനെ ദർശകോം സെ ശിക്കായത്ത് കി. അപ്പം ആ സമയത്ത് എന്ത് ചെയ്തു, ചാർലി എന്താ കണ്ടത്, മാനേജർ ആ പൈസ എല്ലാം പറക്കിയെടുത്തുകൊണ്ട് സ്റ്റേജിൻ്റെ പുറകിലോട്ട് പോയി. അത് ഒരു പരാതിയുടെ ഭാവത്തിൽ കാഴ്ചക്കാരോടായിട്ട് ആര് പറഞ്ഞു, ചാർലി പറഞ്ഞു. നോക്കി, യഹ് സുൻകർ ദർശകോങ്കി ആഹാസി ബഡ്ഗി, ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, കാഴ്ചക്കാരുടെ ചിരി വർദ്ധിച്ചു. മേ അബ് ഖുശ് ഹൂം കി മൈം ഗാ നഹീം സക്കി തോ ഭി ചാർലി സെ ദർശകോമിനെ ഖുശ് ഹുയെ, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാര്യം എന്താ, എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ എന്താ, എൻ്റെ ചാർലി കാരണം ആ കാഴ്ചക്കാരെല്ലാം ഒരുപാട് സന്തോഷിച്ചല്ലോ. പരിവാർ വാലെ സബ് കുശലദാസ് ഹെ, നിൻ്റെ വീട്ടിലുള്ളവർ, നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സബ്കോ മേരാ നമസ്കാർ, എല്ലാവർക്കും എൻ്റെ
നമസ്കാരം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേ, നിൻ്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഹസ്താക്ഷർ ഹന്ന, ഒപ്പ് ഹന്ന. ഇവിടെ ചാർലിയുടെ അമ്മ കൂട്ടുകാരിക്ക് എഴുതുന്ന കത്തായത് കൊണ്ട് ഹന്ന ചാർലിയുടെ അമ്മയുടെ പേര് വയ്ക്കുക. അപ്പുറത്തായിട്ട് ഇടത് ഭാഗത്തായിട്ട് സേവാമേം ടു കാണിക്കുക. നാമ് പദ, പേര്, അഡ്രസ്സ്. നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻസിനുള്ള ഡയറിക്കകത്തുള്ള ആ ആൻസറിനകത്ത് വരുന്ന പോയിൻ്റ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇതെല്ലാം ഭംഗിയായിട്ട് വായിക്കുക, പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാർത്താലാപാണ്, സംഭാഷണമാണ്. നോക്കുക. गाते गाते अचानक चार्ली की माम की आवाज़ फुसफुसाहट में तब्दील हो गई. लोग चिल्लाने लगे. माम को स्टेज से हटना पड़ा. इस समय मैनेजर और चार्ली की माम के बीच का संभावित वार्तालाप संकल्प करके लिखे. പാടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ശബ്ദം പെട്ടെന്ന് ഇടറിപ്പോകുന്നു, നിലച്ചു പോകുന്നു. ആൾക്കാർ ബഹളം വെച്ചു. ആ സമയത്ത് അമ്മയ്ക്ക് വേദിയിൽ നിന്നും മാറേണ്ടതായിട്ട് വരുന്നു. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു അവസരത്തിൽ ചാർലിയുടെ അമ്മയും മാനേജറും തമ്മിൽ നടന്ന ആ ഒരു വാർത്താലാപാണ്, സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. മാനേജർ, ക്യാ ഹോ ഗയി ഹന്ന, എന്ത് പറ്റി ഹന്നെ? ചാർലിക്ക് മാം, നഹി മാലൂം സാബ് ക്യാ ഹോ ഗയി, നഹി മാലൂം, അറിയില്ല സാറേ എന്ത് പറ്റിയെന്ന്. മാനേജർ, ലോക് ചില്ലാ രഹേ ഹൈ, അബ് ക്യാ കരേങ്കെ, ആൾക്കാർ ഇതാ ബഹളം വയ്ക്കുന്നു, നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഹന്ന, മേം ഗാ നഹി സക്തി ഹോ സാബ്, എനിക്ക് പാടാൻ കഴിയില്ല സാർ. മാനേജർ, मैं एक बात पूछूं, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഹന്ന, ക്യാ ഹേ സാബ്, എന്താ സാർ? മാനേജർ, തുമ്മാരാ ബേട്ട കഹാം ഹേ, നിൻ്റെ മകനോട് പോയി? ഹന്ന, ഓ സ്റ്റേജ് കെ പീച്ചേ ഹേ. ക്യാ ഹേ സാബ്, അവൻ തോ സ്റ്റേജിൻ്റെ പുറകിലുണ്ട്. എന്ത് പറ്റി സാർ? മാനേജർ, ഹം ഉസേ സ്റ്റേജ് പർ ലേ ജാ, നമുക്ക് അവനെ വേദിയിലോട്ട് കൊണ്ടുവന്നാലോ? ഹന്ന, ആപ് ക്യാ കഹ രഹേ ഹൈ സാബ്, താങ്കളത് എന്താണ് പറയുന്നത് സാർ? അപ്പോൾ അഭി തക്ക് സ്റ്റേജ് കെ സാമനെ നഹി ആയ, അവൻ ഇതുവരെ സ്റ്റേജിനടുത്ത് പോലും വന്നിട്ടില്ല. മാനേജർ, അബ് അവർ കോയി ചാരാ നഹി, ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ വേറൊരു മാർഗം ഇല്ല. അബ് ഉസ്കോ സ്റ്റേജ് പർ ലേ ജാവോ, നീ പോയി അവനെ വേദിയിലോട്ട് എന്ത് ചെയ്യൂ, കൊണ്ടുവരൂ. ഹന്ന, തോട ഹിച്ചക്കർ, അല്പം ഒന്ന് മടിയോടുകൂടി. ടേക്ക് കെ സാബ്, ശരി സാർ. മാനേജർ, ജൽദി കരൂ, പെട്ടെന്ന് ചെയ്യൂ. ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് നോട്ടിലെഴുതുക, ഭംഗിയായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പട്കഥയാണ്, ശ്രദ്ധിക്കുക. मैनेजर के आदेशानुसार चार्ली की माम चार्ली को स्टेज पर लाने की तैयारी में है. इस संदर्भ को पटकथा के रूप में लिखे. മാനേജറുടെ നിർദ്ദേശം അനുസരിച്ച് ചാർലിയുടെ അമ്മ ചാർലിയെ വേദിയിലോട്ട് കൊണ്ടുവന്നു. ഈ ഒരു രംഗവുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കഥ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ് മുതലേ പട്കഥ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യമായിട്ട് വേണ്ട എന്താണ്, അത് പേര് കൊടുക്കുക, സ്ഥലം, സമയം, കഥാപാത്രങ്ങളുടെ പേരും വയ്ക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. സ്ഥാൻ പ്രസിഡൻസി ഹാൾ ലണ്ടൻ, സമയ രാത്രി को 7:30 बजे, പാത്ര ചാർലി, ചാർലി की माम हन्ना. നോക്കിയേ, ദർശക ചില്ലാ രഹേ ഹൈ, ചാർലി की माम बहुत परेशान है. അമ്മ ഭയങ്കര പരിഭ്രമത്തിലാണ്, ആൾക്കാർ ബഹളം വയ്ക്കുന്നു. മാം ബേട്ടായ ദേഖോ ലോഗ് ചില്ലാ രഹേ, അമ്മ പറഞ്ഞാൽ എന്താ, മോനെ നോക്കൂ, ആൾക്കാർ എന്താ ബഹളം വയ്ക്കുന്നു. ചാർലി, മാം അമ്മയെ ക്യാ കരൂ, അമ്മയെ ഞാൻ എന്ത് ചെയ്യാൻ? മാം, തുമ്നെ പിछले दिन मेरी सहेलियों के सामने गाना गाया है ना, വഹി യഹാം കരോ, നീ എൻ്റെ കൂട്ടുകാരുടെ മുന്നേ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം പാട്ട് പാടിയില്ലേ, അത് തന്നെ ഇവിടെയും ചെയ്യുമെന്ന് പറയുന്നു. യേ ചാർലി, മാം ഓ അപ്പനി സഹേലിയോं के सामने है ना, वो आपकी सहेलियों के सामने है ना, അത് അമ്മയുടെ കൂട്ടുകാരുടെ മുന്നേ വെച്ചല്ലേ. വേ മേരെ പരിചിത് ഹേ, അവർ എനിക്ക് പരിചയമുള്ളവരല്ലേ. ലേക്കിൻ അപരിചിത ലോകോं के सामने मैं कैसे गाऊं, പക്ഷേ പരിചയമില്ലാത്ത ആൾക്കാരുടെ മുന്നേ ഞാൻ എങ്ങനെ പാടും? മാം, കുച്ച് നഹി ഹോഗ ബേട്ട, ജൽദി മേരെ സാത്ത് ആവോ അവർ മേ കഹനെ കെ ജൈസെ കരു, അതൊന്നും കുഴപ്പമില്ല മോനെ, എന്താണ്, നീ പെട്ടെന്ന് എൻ്റെ ഒപ്പം വരൂ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. എന്നിട്ട് ലാസ്റ്റ് കട്ട് കൊടുക്കുക. ഇവിടെ കട്ട് കൊടുത്തിട്ടില്ല, ലാസ്റ്റ് കട്ടെന്ന് കാണിക്കുക. ഉറപ്പായിട്ടും ഇതിനൊരു പേര് കൊടുക്കണം. അപ്പം നമ്മൾ പട്കഥ എഴുതുമ്പോൾ ആദ്യം ഒരു പേര് കാണിക്കുക, സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ വർണ്ണിക്കുക, പിന്നെ ദൃശ്യം എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. पोस्टराണ്. हन्ना स्पेंसर चापलिन की संगीत निशा लंदन के प्रेसिडेंसी हॉल में होने की तैयारी में है. इसके लिए एक पोस्टर तैयार करें. हन्ना स्पेंसർ ചാപ്ലിൻ്റെ സംഗീത നിശ ലണ്ടനിലെ പ്രസിഡൻസി ഹാളിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ എന്തൊക്കെ വേണമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം പോസ്റ്ററിന് ആകർഷകമായിട്ടുള്ള ഹെഡിങ് കൊടുക്കുക. വിവരണാത്മക പോസ്റ്റർ ആണെങ്കിൽ ആ പോസ്റ്ററിന് ഒരു ആകർഷകമായ ഹെഡിങ് വേണം. ഒരു
ആ സംഭവം നടക്കുന്ന സ്ഥലം വേണം, സമയം വേണം, അതുപോലെ തന്നെ തീയതി വേണം. പിന്നെ നമ്മൾ ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ സ്വാഗതം ചെയ്യണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കി, ആയേം ദേഖേം ആസ്വാദൻ കരേം, വരൂ കാണൂ ആസ്വദിക്കൂ. മഷ്ഹൂർ ഗായിക ഹന്ന സ്പെൻസർ ചാപ്പിളിൻ, വളരെ പ്രസിദ്ധയായ ഗായിക ഹന്ന സ്പെൻസർ ചാപ്പിളിൻ്റെ സംഗീത നിശ എവിടെയാണ്? ലണ്ടൻ പ്രസിഡൻസി ഹാൾ ലണ്ടനിലെ പ്രസിഡൻസി ഹാളിൽ. പിന്നെ ഇപ്പുറത്ത് സമയം കൊടുത്തിട്ടുണ്ട്, രാത്ത് 7 ബജെ. തീയതി കൊടുത്തിട്ടുണ്ട് 10 ഡിസംബർ 1894. ഇത്രയും വച്ചിട്ട് അവസാനമായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുക, സബ്കാ സ്വാഗത്. അപ്പം മനസ്സിലായി കാണും. നമ്മൾ ആദ്യം ആകർഷകമായ ഹെഡിങ് കൊടുക്കുക, പിന്നെ ആ സംഭവം എന്താണെന്ന് കാണിക്കുക, തീയതി കൊടുക്കുക, സമയം വയ്ക്കുക, എല്ലാവരെയും സ്വാഗതം ചെയ്യുക. ഓക്കെ. അടുത്ത് വരുന്നത് ചരിത്രഗത വിശേഷതായേ, കഥാപാത്രങ്ങളുടെ സ്വഭാവ പ്രത്യേകതകളാണ്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചാർലി കി മാം ഹന്ന. ശ്രദ്ധിക്കുക, നോക്കുക. ഹന്ന ലണ്ടൻ കി പ്രസിദ്ധ ഗായിക ഹേ, ലണ്ടനിലെ പ്രസിദ്ധ ഗായികയായിരുന്നു. ഹന്ന അപ്പന ബേട്ട ചാർലി കോ ബഹുത്ത് പ്യാർ കർത്തി ഹേ, തൻ്റെ മാനായ ചാർലി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. സ്റ്റേജ് ഷോ കേലിയെ ജാത്തെ സമയ ബേട്ടേക്കോ അപ്പനെ സാത്ത് ലേ ജാത്തി ഹേ, സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന സമയത്ത് തൻ്റെ മാനയും ഒപ്പം കൊണ്ടുപോകുമായിരുന്നു. ഗാന ഗാത്തെ സമയ ഹന്ന കി ആവാസ് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ജാത്തി ഹേ, ഒരു ദിവസം പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഹന്നയുടെ ശബ്ദം പിറുപിറുക്കലായിട്ട് മാറി. ഉസ്കോ ഡർ ലഗ്തി ഹേ, അവൾക്ക് പേടി തോന്നുന്നു. മാനേജർ ഹന്ന സെ ഉസ്കാ ബേട്ട ചാർലി കോ സ്റ്റേജ് പർ ലേ ജാനെ കോ കഹത്താ ഹേ, മാനേജർ ഹന്നയോട് തൻ്റെ മകനായ ചാർലിയെ സ്റ്റേജിൽ കൊണ്ടുവരാനായിട്ട് പറയുന്നു. ചാർലി സ്റ്റേജ് പർ ജാക്കർ ക്യാ കരേഗ, ചാർലി ഇപ്പോൾ സ്റ്റേജ് വന്ന് എന്ത് ചെയ്യാനാണ്? സോച്ച്കർ ഹന്ന അപ്പനെ ആശങ്ക പ്രകട കർത്തി, ഇത് ചിന്തിച്ചപ്പോൾ ഹന്ന ആശങ്കവതിയാവുന്നു. അന്തമേം ചാർലി കോ സ്റ്റേജ് പർ ഭേജനേക്കോ മസ്ബൂർ ഹോത്തി, അവസാനം ചാർലിയെ വേദിയിൽ കൊണ്ടുവരാൻ അവൾ നിർബന്ധിതയാവുന്നു. ബേട്ടേക്ക കർത്തബ് ദേക്കർ വ ഖുശ് ഹോത്തിയെ, സ്റ്റേജിൽ തൻ്റെ മകൻ്റെ പ്രകടനം കണ്ട് അവൾ എന്ത് ചെയ്യുന്നു? സന്തോഷവതിയാവുന്നു. അന്തമേം ചാർലി കേലിയെ സ്റ്റേജ് ചോട്ടിയെ, പിന്നെ ഹന്ന വേദിയിൽ വന്നിട്ടേയില്ല. തൻ്റെ മകനായ ചാർലിക്ക് വേണ്ടിയിട്ട് പിന്നുള്ള വേദികളെല്ലാം തന്നെ അമ്മ ഉപേക്ഷിക്കുന്നു. ഹന്ന ചാർലിക്ക് ഭാവി പർ ഖുശേ, തൻ്റെ മകനായ ചാർലിയുടെ ഭാവിയിൽ ഒരുപാട് സന്തോഷവതിയാണ്. ഇതാണ് ആരുടെ? ചാർലിക്ക് മാമിൻ്റെ ചരിത്രഗത വിശേഷതായ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സ്വഭാവ പ്രത്യേകത. അടുത്തത് നോക്കുക. ചാർലി മഷ്ഹൂർ ഗായിക ഹന്ന കാ ബേട്ട ഹേ, പ്രസിദ്ധയായ ഗായിക ഹന്നയുടെ മകനായിരുന്നു. 5 വർഷക്കാ ഹേ, 5 വയസ്സായിരുന്നു അവന്. സാരേ ദിൻ ഹന്ന സ്റ്റേജ് ഷോ കേലിയെ ജാത്തേ സമയ ചാർലി ഭി അപ്പനി മാം കെ സാത്ത് ജാത്ത ഹേ, എല്ലാ ദിവസവും ഹന്ന സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോൾ ചാർലിയും തൻ്റെ അമ്മയോടൊപ്പം പോകുമായിരുന്നു. സ്റ്റേജ് കെ പീച്ച് ഖടാ ഹോക്കർ വഹ് മാം കാ ഗാന സുൻതാ ഹേ, ഇതാണ് സ്റ്റേജിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് അവൻ തൻ്റെ അമ്മയുടെ പാട്ട് കേൾക്കുമായിരുന്നു. ഏക് ദിൻ ലണ്ടൻ കെ പ്രസിഡൻസി ഹാൾ മേ ഗാന ഗാത്തെ സമയം, ഒരു ദിവസം ലണ്ടനിലെ പ്രസിഡൻസി ഹാളിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഹന്ന കി ആവാസ് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ജാത്തി, അമ്മയുടെ ശബ്ദം കുറഞ്ഞ് പിറുപിറുക്കലായിട്ട് മാറി. യഹ് ദേക്കർ ചാർലി സ്റ്റേജ് കെ പീച്ചെ ഖടാ ഹോക്കർ ഹസ്താ ഹേ, ഇത് കണ്ടപ്പോൾ ചാർലി സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. മാനേജർ കെ ആദേശാനുസാർ മാം ചാർലി കോ സ്റ്റേജ് പർ ലേ ജാത്തി ഹേ, മാനേജറുടെ നിർദ്ദേശം അനുസരിച്ച് അമ്മ ചാർലിയെ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നു. ദർശകോങ്കെ സാമനെ ഖടാ ഹോക്കർ മഷ്ഹൂർ ഗായക ജാക്ക് ജോൺസ് കാ ഗാന ഗാത്ത ഹേ, ആ ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? പ്രസിദ്ധനായ ഗായകൻ ജാക്ക് ജോൺസിൻ്റെ പാട്ട് പാടുന്നു. നൃത്യകർത്തായ നൃത്തം ചെയ്യുന്നു. അവർ അപ്പനി മാം സഹിത അനേക ഗായകോങ്കി നക്കൽ ഉദാർത്ത ഹേ, തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗായകരുടെ ശബ്ദം അവൻ എന്ത് ചെയ്യുന്നു? അനുകരിക്കുന്നു. വഹ് ദർശകോങ്കി പ്രശംസാക്ക പാത്ര ബന്ധ ഹേ, കാഴ്ചക്കാരുടെ ഓഡിയൻസിൻ്റെ പ്രശംസയ്ക്ക് പാത്രമായിട്ട് മാറുന്നു. ദർശകോംസെ വിഖ്യാത് ഹോനേക്ക് ഭവിഷ്യവാണി ഭി മിടുത്തി ഹേ, ഓഡിയൻസിൽ നിന്നും ഭാവിയിൽ വലിയവനായിട്ട് മാറും, പ്രസിദ്ധനായിട്ട് മാറും എന്നുള്ള ആ ഒരു സുന്ദരമായ പ്രശംസയും അവരിൽ നിന്നും കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സമാചാർ ന്യൂസ് റെപ്പട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടെന്നും പറയാം. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. दुनिया के सबसे बड़े शोमान का यह पहला शो था, इस घटना के आधार पर റിപ്പോർട്ട് തയ്യാർ കരേ, ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ സമാചാരം എഴുതുമ്പോൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, സംഭവം നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. നമ്മൾ കൂടുതൽ എഴുതുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കണം. ശ്രദ്ധിക്കുക. 5 साल का बच्चा हॉल को हंसी घर में बदल दिया, 5 വയസ്സുള്ള കുട്ടി ഹോളിനെ ചിരി ഭവനമാക്കി മാറ്റി. സ്ഥലം ലണ്ടൻ. ആജ് ഷഹർ കെ പ്രസിഡൻസി ഹാൾ ഹസി ഘർ ബൻ ഗയ, ഇന്ന് നഗരത്തിലെ പ്രസിഡൻസി ഹാള് ചിരി ഭവനമായി മാറി. 5 साल का चार्ल्स स्पेंसर ചാപ്ലിനെ അപ്പന ഗാന
തഥാ ഭോലേപ്പൻ സെ സാരെ ദർശകോं को हाथ में ले लिया. 5 വയസ്സുള്ള ചാൾസ് സ്പെൻസർ ചാപ്ലിൻ തൻ്റെ പാട്ടിലൂടെയും ഭോലേപ്പൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, നമ്മൾ പാഠത്തിനകത്ത് പഠിച്ച വേർഡ് മാസൂമിയത്ത് എന്നാണ്, ശ്രദ്ധിച്ചോളേ. സാരെ ദർശകോं को हाथ में ले लिया, എല്ലാ കാഴ്ചക്കാരെയും കയ്യിലെടുത്തു. ഹാൾ മേ ചാപ്ലിൻ की मां ഹന്ന का गाना चल रहा था. ഹോളിൽ ചാപ്ലിൻ്റെ അമ്മയായ ഹന്നയുടെ പാട്ട് നടക്കുകയായിരുന്നു. അചാനക് ഉസ്കി ആവാസ് ഫട്ട് ഗയി, പെട്ടെന്ന് അവരുടെ ശബ്ദം ഇതാണ് നിലച്ചുപോയി. ലോകംനെ സ്വർ മച്ചാന ശുരു കി, ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഹന്ന സ്റ്റേജ് സെ ഹഡ്നേക്കോ മസ്ബൂർ ഹുയി, ഹന്ന വേദിയിൽ നിന്നും പോകാൻ നിർബന്ധിതയായി. मैनेजर के आदेश से हन्ना के 5 साल के बच्चे को गाने के लिए സ്റ്റേജ് पर लाया गया. മാനേജറുടെ നിർദ്ദേശം അനുസരിച്ച് ഹന്നയുടെ 5 വയസ്സായ കുട്ടി ആരാണ് ചാപ്പിളിനെ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വേദിയിലോട്ട് കൊണ്ടുവന്നു. ചാപ്പിളിനെ അപ്പനെ സഹജ് ഭോലേപ്പൻ സെ ഗാന ശുരുക്കി, തൻ്റെ സ്വാഭാവികമായ നിഷ്കളങ്കതയിലൂടെ എന്ത് ചെയ്തു, അവൻ പാട്ട് പാടാൻ തുടങ്ങി. ലോക ഖുശ് ഹോക്കർ സ്റ്റേജ് पर पैसे फेंकने लगे, ആൾക്കാർ സന്തോഷിച്ച് വേദിയിലോട്ട് പൈസ വർഷിക്കാൻ തുടങ്ങി. ബച്ച ഗാന രോക്കർ പൈസ ബട്ടോർത്തെ ദേക്കർ ഹാൾ ഹസി ഖർ ബൻ ഗയ, കുട്ടി തൻ്റെ പാട്ട് നിർത്തി നിഷ്കളങ്കതയോടുകൂടി എന്താണ് തൻ്റെ വീണ പൈസ എല്ലാം പറക്കുന്നത് കണ്ടപ്പോൾ ആ ഹോള് ചിരി ഭവനമായിട്ട് മാറി. ലോകോംനെ ഭവിഷ്യക്ക് ഈ മഷൂർ കലാകാർക്ക് പ്രശംസാക്കി, ആൾക്കാരെ ഭാവിയിലെ ഈ പ്രസിദ്ധനായ കലാകാരനെ ഒരുപാട് പ്രശംസിച്ചു. അപ്പോൾ അടുത്ത വർഷം നോക്കുക, വാക്യ പിരമിഡാണ്. कोष्टर से उचित शब्द सही स्थान पर रखकर പിരമിഡ് की പൂർത്തി करे. ബ്രാക്കറ്റിലുള്ള ശബ്ദങ്ങൾ നമ്മൾ ശരിയായ സ്ഥാനത്ത് ഫില്ല് ചെയ്ത് പിരമിഡ് പൂർത്തിയാക്കുക. ഈസി ആയിട്ട് 2 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കുക. ഗുദ്ഗുദി ഫൈലാ ദീദി, ചാർലിനെ ഗുദ്ഗുദി ഫൈലാ ദീദി. ബ്രാക്കറ്റിലുള്ള വേർഡ് അതൊക്കെയാണ് ജനതാമേം സഭി. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ എഴുതാം, ഗുദ്ഗുദി ഫൈലാ ദീദി. രണ്ടാമത് എങ്ങനെ എഴുതി, ചാർലിനെ ഗുദ്ഗുദി ഫൈലാ ദീദി. അടുത്ത ആൻസർ എങ്ങനെ വരും, ചാർലിനെ ജനതാമേം ഗുദ്ഗുദി ഫൈലാ ദീദി, ചാർലിനെ സഭി ജനതാമേം ഗുദ്ഗുദി ഫൈലാ ദീദി. അപ്പം നമ്മൾ പിരമിഡ് എഴുതുമ്പോൾ ശരിയായ വേർഡ് ശരിയായ സ്ഥാനത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ വാക്യ പിരമിഡ് വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഭംഗിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ബ്രാക്കറ്റിലുള്ള ശബ്ദങ്ങൾ ശരിയായ ഭാഗങ്ങൾ എഴുതി അതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യുക. ഇത് ഭംഗിയായിട്ട് പുസ്തകം വായിക്കുന്ന കുട്ടിക്ക് ഇത് ഈസിയാണ്. 2 മാർക്ക് നമുക്ക് ഷുവറായിട്ട് കിട്ടുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബ്രാക്കറ്റിലുള്ള വേർഡ് ഏതൊക്കെയാണ്, മഷ്ഹൂർ ജാക്ക് ജോൺസ് കാ. ക്വസ്റ്റ്യൻ എന്താണ്, ചാർലിനെ ഗായ, ചാർലിനെ ഗീത് ഗായ. നമുക്ക് എങ്ങനെ എഴുതാം, ചാർലിനെ ഗായ. രണ്ടാമത് എന്താ, ചാർലിനെ ഗീത് ഗായ. അടുത്തെന്താ, ചാർലിനെ ജാക്ക് ജോൺസ് കാ ഗീത് ഗായ, ചാർലിനെ ജാക്ക് ജോൺസ് കാ മഷ്ഹൂർ ഗീത് ഗായ. തിരിച്ചു എഴുതാം, എങ്ങനെയാണ്, ചാർലിനെ മഷ്ഹൂർ ഗീത് ഗായ, ചാർലിനെ ജാക്ക് ജോൺസ് കാ മഷ്ഹൂർ ഗീത് ഗായ, അങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഖഡേ ഹോക്കർ ദേർ തക്ക് താലിയാം ബജായി ദർശകോംനെ താലിയാം ബജായി. എങ്ങനെ എഴുതാം ആൻസർ, താലിയാം ബജായി, ദർശകോംനെ താലിയാം ബജായി, ദർശകോംനെ ദേർ തക്ക് താലിയാം ബജായി, ദർശകോംനെ ദേർ തക്ക് ഖഡേ ഹോക്കർ താലിയാം ബജായി. വളരെ സിമ്പിളല്ലേ, എഴുതാൻ പറ്റൂലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എന്താണ്, സഹി മിലാൻ കരയും, ശരിയായിട്ട് യോജിപ്പിക്കുക. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് 4 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. ഭംഗിയായിട്ട് പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു 4 മാർക്കും ഉറപ്പായിട്ട് കിട്ടും. ഉറപ്പായിട്ട് ആ മാർക്ക് ഒരു കാരണവശാലും മിസ്സാവില്ല. ശ്രദ്ധിക്കുക. മാം കി ആവാസ് ഫട്കർ ദർശകോംനെ ദേർ തക്ക് മാനേജർ ഏക്ക് റുമാൽ ലേക്കർ ആയ ചാർലി സ്റ്റേജ് पर पहली बार आया. അപ്പുറത്ത് എന്താണ്, और पैसे बटोरने लगा और माम आखिरी बार फुसफुसाहट में तब्दील हो गई खड़े होकर तालियां बजाई. വളരെ സിമ്പിളാണ്. ആൻസർ എന്താ, माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई, दर्शकों ने देर तक खड़े होकर तालियां बजाई, मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा, चार्ली സ്റ്റേജ് पर पहली बार आया और माम आखिरी बार. അപ്പോൾ നമ്മൾ ശരിയായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കുന്ന സമയത്ത് ഭംഗിയായിട്ട് പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിക്ക് 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടും, ഷുവറാണ്. അപ്പോൾ നമുക്ക് സഹി മിലാൻ കരയും നേരത്തെ മുന്നേ പറഞ്ഞ വാക്യ പിരമിഡ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. ഇതൊന്നും മിസ്സാക്കരുത്. അടുത്തത് നോക്കുക. चार्ली पर्दे के पीछे खड़ा दुनिया के सबसे बड़े शोमैन का चार्ली ने जनता में गाना अभी आधा ही हुआ था कि अप्रतंदा गुदगुदी फैला दी थी
वह आवाज़ के तमाशे को देख रहा था। स्टेज पर पैसों की बौछार शुरू हो गई। यह पहला शो था. आंसर എന്താ? ചാർലി पर्दे के पीछे खड़ा वो आवाज़ के तमाशे को देख रहा था. അമ്മയുടെ ആ ഒരു എന്താണ് ശബ്ദം കേട്ടപ്പോൾ അവൻ എന്തായിട്ട് തോന്നി? തമാശയായിട്ട് തോന്നി. ദുനിയാ के सबसे बड़े शोमान का यह पहला शो था. ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു. ചാർലിനെ जनता में गुदगुदी फैला दी थी. അടുത്തെന്താ? गाना अभी आधा ही हुआ था कि സ്റ്റേജ് पर पैसों की बौछार शुरू हो गई. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ അല്ലേ? അപ്പം സഹി മിലാൻ കരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അശ്രദ്ധ കാണിച്ച് തെറ്റിച്ച് വയ്ക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കിനി ലാസ്റ്റ് ഭാഗത്തിലോട്ട് പോവാം. വ്യാകരണമാണ്. ലഗിൻ്റെ നിയമം. ലഗിൻ്റെ നിയമം നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വ്യക്തമായിട്ട് നമുക്ക് സ്കൂൾ തുറന്നതിന് ശേഷം ക്ലാസ്സുകളിൽ പഠിക്കാം. തൽക്കാലം നിങ്ങൾ കേട്ടിരിക്കുക. നോക്കി അത് മനസ്സിലാക്കുക. 3 കാലത്തിലും നമ്മൾ ലഘു പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ലഘു പ്രയോഗിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ പ്രത്യയങ്ങളൊന്നും തന്നെ നമ്മൾ ചേർക്കാറില്ല. പിന്നെ പ്രധാന ക്രിയ എപ്പോഴും നേ ചേർന്ന് തന്നെ വരണം. നോക്കിയേ, മേ പാട് പഠിനെ ലഗ്താ ഹൂം, മേ പാട് പഠിനെ ലഗ്തി ഹൂം. തും ഗേന്ദ് ഖേൽനെ ലഗ്തേ ഹോ, തും ഗേന്ദ് ഖേൽനെ ലഗ്തി ഹോ. രാഹുൽ काम करने लगता है, लीला काम करने लगती है. राम और गोपाल पाठ पढ़ने लगते हैं, രമ और ലീല പാഠ് പഠിനെ ലഗ്തി ഹേ. ഇതാണ് വർത്തമാന കാലത്തിൽ വരുന്നത്. കർത്താവ് ആരാണോ അയാളെ നോക്കി നമ്മൾ ആ ലഗിന് മാറ്റം വരുത്തുന്നു. അടുത്ത് നോക്കിയ ഭൂതകാലത്തിൽ മേ പാഠ് പഠിനെ ലഗ, മേ പാഠ് പഠിനെ ലഗി. തും ഗേന്ദ് ഖേൽനെ ലഗെ, തും ഗേന്ദ് ഖേൽനെ ലഗി. राहुल काम करने लगा, लीला काम करने लगी. राम और गोपाल पाठ पढ़ने लगे, रमा और ലീല പാഠ് പഠിനെ ലഗീം. ലഗീമാണ്. അപ്പം നമ്മളിവിടെ സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലഗിന് മാറ്റം വരുത്തുന്നത്. കർത്താവിൻ്റെ കൂടെ നമ്മൾ പ്രത്യയങ്ങളൊന്നും തന്നെ ചേർക്കാറില്ല. പ്രധാന ക്രിയ എപ്പോഴും നേ ചേർന്ന രൂപത്തിൽ ആയിരിക്കും. പിന്നെ കർത്താവ് പുല്ലിംഗമാണെങ്കിൽ ക്രിയയും പുല്ലിംഗമായി മാറും. പുല്ലിംഗ ബഹുവനമാണെങ്കിൽ ക്രിയയും പുല്ലിംഗ ബഹുവനമായിട്ട് മാറും. സ്ത്രീലിംഗമാണെങ്കിൽ ക്രിയയും ആ രീതിക്ക് മാറ്റം വരുത്തുള്ളൂ. നമ്മൾ അവസാനം ലഗ് മാറുന്നത് കർത്താവിനെ നോക്കിയാണ്. അടുത്ത് നമുക്ക് ഭാവി കാലത്തിലോട്ട് പോവാം. അങ്ങനെ വരും. ഭവിഷ്യത് കാലത്തിൽ മേം പാഠ് പഠിനെ ലഗൂങ്ക, മേം പാഠ് പഠിനെ ലഗൂങ്കി, തും പാഠ് പഠിനെ ലഗോगे, തും പാഠ് പഠിനെ ലഗോगी. राम पाठ पढ़ने लगेगा, लीला पाठ पढ़ने लगेगी. राम और गोबू पाठ पढ़ने लगेंगे, लीला और रीना पाठ पढ़ने लगेंगी. ഭാവി കാലത്തിൽ ഏക ഏങ്കെ, ഏഗി ഏങ്കി, ഊങ്ക ഊങ്കെ, ഓകെ ഓഗി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അത് എഴുതാം. ബാക്കി വ്യക്തമായിട്ട് നമുക്ക് എന്താണ് നേരിട്ട് കാണുമ്പോൾ ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. നോട്ട് ഭംഗിയായിട്ട് വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചോദിക്കുക. ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞു തരാം. ഓക്കെ.